പരിശുദ്ധ കുർബാന സ്വീകരിച്ചു പോകുന്ന ആളുകളെ തൊടുമ്പോൾ തന്നെ പരിശുദ്ധ കുർബാനയുടെ അനുഭവം എന്റെ ഉള്ളിലേക്ക് വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കരണ്ടടിച്ചു നിൽക്കുന്ന ഒരാളെ നമ്മൾ പോയി പിടിച്ചാൽ നമ്മളും എന്ത് ചെയ്യും? നമ്മളും കരിഞ്ഞു പോകും എന്ന് പറഞ്ഞതുപോലെ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ വാഹകരായി മാറേണ്ടവരാണ്. പരിശുദ്ധ കുർബാനയുടെ വാഹകരായി മാറേണ്ടവരാണ്. ഒരു ചിത്രശലഭം ഒരു പൂവിൽ നിന്ന് ഒരു പൂമ്പൊടി ഇങ്ങനെ വഹിച്ചുകൊണ്ട് അടുത്തടുത്തേക്ക് പോകുന്നത് പോലെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ കൃപ സ്വീകരിച്ച് കൃപയുടെ പൂമ്പൊടികൾ ശേഖരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവരാണ്. നമ്മൾ സ്വീകരിക്കുന്ന വചനം, നമ്മൾ നേടുന്ന ദൈവകൃപ അത് ഈ ഹാളിനുള്ളിൽ, നമ്മുടെ ഒരു ഫ്ളാറ്റിനുള്ളിൽ, നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഇട്ടാവട്ടങ്ങൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങി ഈ ദൈവകൃപയുടെ വാഹകരായി മാറേണ്ടവരാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന ആളിന്റെ വിരൽത്തുമ്പിൽ തൊടുന്നത് പോലും വലിയ അഭിഷേകമാണ്. കാരണം എന്താണ്? രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടത് കർത്താവിന്റെ ശരീരത്തിലല്ല, കർത്താവ് അവളുടെ തലയിലേക്ക് കൈവച്ചിട്ടില്ല, മറിച്ച് ഈശോ നടന്നുപോയ വഴികളിൽ എന്ത് സംഭവിച്ചു? ആ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടപ്പോൾ അവൾക്ക് രോഗസൗഖ്യം കിട്ടി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.